നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കോളേജ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ PSC പഠിക്കാം? ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് കോളേജ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോളേജ് പഠനത്തിനിടയിൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്? എസ് താഴെ കമന്റ് ചെയ്യാമോ? കൂടാതെ ഈ ഒരു ക്ലാസിന്റെ, അതായത് ഞാൻ തരുന്ന ഈ ഒരു മോട്ടിവേഷൻ സെഷന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ എസ് എന്ന് പറയും, PDF എന്ന് പറയാം. നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനൽ എന്തായാലും ഇതിന്റെ PDF ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പൊ കോളേജ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ PSC പഠിക്കാം, ഞാൻ എങ്ങനെ പഠിച്ചു, എന്റെ കോളേജ് ടൈമിൽ ഞാൻ എങ്ങനെയാണ് PSCക്ക് തയ്യാറെടുത്തത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ സർക്കാർ ജോലി വാങ്ങി എന്നൊക്കെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ കോളേജ് ലൈഫ് എന്തൊരു മനോഹരമായ കാലഘട്ടമാണ് അല്ലെ? അസൈൻമെന്റുകൾ, സെമിനാറുകൾ, ക്യാൻറ്റീനിലെ ചർച്ചകൾ, സൗഹൃദങ്ങൾ, പിന്നെ എക്സാം അടുക്കുമ്പോ മാത്രമുള്ള ആ ഒരു തലപുകയിലകൾ, ഇതിനിടയിലൂടെ ഒക്കെയല്ലേ നിങ്ങളിൽ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കോളേജ് കാലഘട്ടത്തിൽ തന്നെ മിക്ക ആൾക്കാരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയ പേടി കൂടിയുണ്ട്. എന്താണ് ആ പേടി? കോളേജ് കഴിഞ്ഞിട്ട് അടുത്തതെന്ത്? ഒരു പ്രൈവറ്റ് കമ്പനിയിലെ താൽക്കാലിക ജോലി മതിയോ നിങ്ങൾക്ക്? അതോ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മാന്യമായ ശമ്പളമുള്ള, സമൂഹത്തിൽ നല്ലൊരു സ്റ്റാറ്റസ് തരുന്ന സർക്കാർ ജോലി വേണോ? അപ്പൊ നിങ്ങൾ ഒരു കോളേജ് വിദ്യാർത്ഥിയാണെങ്കിൽ, ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ ഒക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ കരിയർ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സുവർണ അവസരമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. എന്താണത്? കേരള PSC പരീക്ഷകൾ. അപ്പോ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു 10 മിനിറ്റ് ആയിരിക്കും ഇത്. വേറെ ഒന്നിലോട്ടും ശ്രദ്ധ പോകരുത്, ഇങ്ങോട്ടേക്ക് തന്നെ വരൂ. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളെ മാറ്റി മറിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, കോളേജൊക്കെ കഴിയട്ടെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട് പതുക്കെ PSC കോച്ചിങ്ങിന് പോകാം. സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയട്ടെ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. നിങ്ങളുടെ വാല്യുബിൾ ടൈമാണ് നിങ്ങൾ മിസ്സാക്കാൻ പോകുന്നത്. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഈ സമയം PSC പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ്. ബെസ്റ്റ് ടൈം ഈസ് നൗ. ബെസ്റ്റ് ചോയ്സ് ഈസ് യു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോളേജിൽ പഠിക്കുന്ന സമയം PSC പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്? അതിനുള്ള 4 റീസൺസ് ഇതാ പിടിച്ചോ. യൂത്ത്ഫുൾ ബ്രെയിൻ ആൻഡ് കറണ്ട് അഫയേഴ്സ്. അതായത് നിങ്ങൾ ഇപ്പോ തന്നെ ഓൾറെഡി പഠനത്തിന്റെ ഒരു ഫ്ലോയിൽ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? അതായത് കോളേജ് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ജനറൽ നോളജും സയൻസും മാത്സും ഒക്കെ ദിവസവും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റഡി മൂഡ് ഉണ്ട്. ആ ഒരു സ്റ്റഡി മൂഡ് നിങ്ങളെ വിട്ടു പോയിട്ടില്ല. അത് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. നിങ്ങളുടെ മനസ്സിൽ വേറെ ടെൻഷൻസോ കുടുംബത്തിന്റെ ടെൻഷനോ വേറെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ബ്രെയിൻ എന്താ? യൂത്ത്ഫുൾ ബ്രെയിൻ ആണ്. വേറെ ഒരു ബാധ്യതകളും ഇല്ലാത്ത നല്ല ഒരു കിടിലം ബ്രെയിൻ ആണ്. ആ ബ്രെയിൻ വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏറ്റവും നല്ല അവസരം മിസ്സാക്കരുതെന്നേ ഞാൻ പറയൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒന്നും നിങ്ങൾ കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് എല്ലാ സപ്പോർട്ടിനും നിങ്ങളുടെ കൂടെ ഉണ്ട്. LDCക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയം PSC പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ റീസൺ കോളേജ് സിലബസിലെ സമാനതകൾ തന്നെയാണ്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ PSCയിലേക്ക് ഇറങ്ങിയ ആൾ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കോളേജിലെ സിലബസുമായിട്ട് ഒരുപാട് സമാനതകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ
പല ടോപ്പിക്കുകളും നിങ്ങളുടെ കോളേജ് സിലബസിൽ ഉള്ളവ തന്നെയാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആവോളമുള്ള സമയമുണ്ട് നിങ്ങൾക്ക്. ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരോ ആയ ഉദ്യോഗാർത്ഥികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. ക്ലാസ് കഴിഞ്ഞ സമയമുണ്ട്, ക്ലാസ്സിൽ ഇരിക്കുന്ന കുറേ ഫ്രീ ടൈം ഉണ്ട്. ശനി ഞായർ ദിവസങ്ങളൊക്കെ വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് സമയം ഈ സുഖസുന്ദരമായിട്ട് കണ്ടെത്താൻ പറ്റും. അടുത്ത ഒരു പോയിന്റ് നോട്ടിഫിക്കേഷൻസ് ആണ്. അതായത് നിങ്ങളുടെ ഫൈനൽ ഇയർ എത്തുമ്പോഴേക്കും വരാൻ പോകുന്ന LDC, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ മുതലായ പരീക്ഷകൾക്ക് LGS ഡിഗ്രി ഇല്ലാത്തവർക്ക് എഴുതാൻ പറ്റും. LGS നിങ്ങൾ ഇപ്പോഴേ അപ്ലൈ ചെയ്യും കുട്ടികളെ. ഓക്കെ, അപ്പൊ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും. LGSന്റെ കോഴ്സ് നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. LDCയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും. അതും പറ്റുമല്ലോ നിങ്ങൾക്ക് എഴുതാൻ. 10th അല്ലേ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോ കിട്ടിയല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം എന്നുള്ള 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞേ. ഇനി കുറച്ച് തെറ്റായ ധാരണകൾ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ പുതിയ ബാച്ചിന്റെ കാര്യം എന്താ പറഞ്ഞു, ഞാൻ സർക്കാർ ജോലി വാങ്ങിയ വഴികളിലൂടെ, നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടി നമ്മുടെ പുതിയ ബാച്ചിന്റെ ക്ലാസ് ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടഡ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. കുറച്ച് സീറ്റും കൂടെ ഉള്ളൂ ഫില്ലാവാൻ. അപ്പോൾ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്യുക. ഈ ബാച്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാനും കൂടെ പറ്റും കേട്ടോ. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, ഷോർട്ട് കറന്റ് അഫയേഴ്സ്, മന്ത്ലി കറന്റ് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ CRT, പുതിയ CRT, NCERT എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ബാച്ച് എടുത്താലുള്ള പ്രത്യേകത, നിങ്ങൾക്ക് ഈ വർഷം വരുന്ന ഏത് പരീക്ഷയായാലും അടുത്ത വർഷം വരുന്ന ഏത് PSC പരീക്ഷയായാലും ഈ ഒരൊറ്റ ബാച്ച് തന്നെ മതി. അപ്പൊ LDC ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ പരീക്ഷയ്ക്കുള്ള കോമൺ ടോപ്പിക് ഏതിൽ വരുന്നുണ്ട്? LDCക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇനി കുറച്ച് മിത്ത് ബസ്റ്റിംഗ് ആണ്, അതായത് തെറ്റായ ധാരണകൾ തിരുത്താൻ പോവാണേ. നമ്മുടെ നാട്ടില് ചില പൊതുവായിട്ടുള്ള കുറച്ച് ധാരണകളുണ്ട്. PSC കിട്ടണമെങ്കിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ മാത്രം പഠിക്കണം, വർഷങ്ങളോളം മുറിയിലിരുന്ന് പഠിച്ചാലേ കിട്ടൂ, വേറെ എന്റർടൈൻമെന്റ് ഒന്നും പാടില്ല. ഇതൊക്കെ കേട്ട് പേടിച്ച് പലരും PSCയിലേക്ക് വരാറേ ഇല്ല. അല്ലെങ്കിൽ PSC ആ ഒരു ഓപ്ഷനായിട്ട് പോലും നിങ്ങൾ വെക്കാറില്ല. നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, PSC പരീക്ഷ എന്നത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. കൃത്യമായ പ്ലാനിങ്, ക്രാക്ക് ചെയ്ത ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ ക്രാക്ക് ചെയ്ത ആൾക്കാരൊന്നും മാനത്ത് നിന്ന് പൊട്ടിമോശമൊന്നും അല്ലല്ലോ. കൃത്യമായ റൂട്ട് അറിഞ്ഞ ആൾക്കാർക്ക്, PSCയുടെ പൾസ് അറിഞ്ഞ ആൾക്കാർക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ പോട്ടെ 1 വർഷം മതി PSCയിൽ നല്ലൊരു റാങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കൃത്യമായ പ്ലാനിങ് വേണം. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട കാര്യം സ്ഥിരത, കൺസിസ്റ്റൻസി PSCയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പൊ കൃത്യമായ പ്ലാനിങ്ങും സ്ഥിരതയാർന്ന പഠനവും ഉണ്ടെങ്കിൽ ആർക്കും നേടിയെടുക്കാവുന്ന ഒന്നാണ് ഒരു സർക്കാർ ജോലി, PSC വഴി ഒരു സർക്കാർ ജോലി. അപ്പൊ നിങ്ങൾ ദിവസവും 10-12 മണിക്കൂർ പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കോളേജ് പഠനത്തോടൊപ്പം ദിവസവും നിങ്ങൾക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ PSCക്ക് മാറ്റിവെക്കാൻ പറ്റുമോ എങ്കിൽ അടുത്ത് വരുന്ന ലിസ്റ്റുകളിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കുറിച്ചിടാൻ പറ്റും. ഇപ്പൊ തന്നെ കുറിച്ചിട്ടോളൂ. അപ്പൊ മറ്റുള്ളവർ കോളേജ് കഴിഞ്ഞ് കരിയർ എന്ത് എന്ന് ആലോചിച്ച് അലയുമ്പോൾ കോളേജ് സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു സർക്കാർ ജോലി കൂടി വാങ്ങി മാതാപിതാക്കളുടെ മുന്നിലേക്ക് ചെല്ലുന്ന ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊരു അഭിമാനകരമായ നിമിഷം അല്ലേ. ഇനി എങ്ങനെ കോളേജ് ലൈഫിനോടൊപ്പം PSC പഠിക്കാം, ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാൻ പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഒരു 4 അല്ലെങ്കിൽ ഒരു സിമ്പിൾ 4 സ്റ്റെപ്പ് ഫോമുല എങ്ങനെ തരട്ടെ. ആദ്യത്തെ സ്റ്റെപ്പ്, ഇതിന് PDF വേണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് സിലബസ് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ LDC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചു. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും, ഞാൻ എന്തായാലും അടുത്ത വർഷം നടക്കുന്ന LDC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് സിലബസ് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷയുടെ സിലബസ് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കണം. ഫോണിൽ വെച്ച് നോക്കാതെ പ്രിന്റ് എടുത്ത്, നമ്മുടെ ക്ലാസ്സിൽ ആപ്പിൽ നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും, LDCയുടെ ബാച്ചിൽ നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിലബസ് അതുപോലെ പ്രിന്റ് എടുത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ചിട്ട്
എന്താണ് കൃത്യമായി പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയണം. അല്ലാതെ ആരെങ്കിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എന്താണോ പഠിക്കാൻ പോകുന്നത് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം ഉറപ്പിക്കുക. അടിസ്ഥാനം എന്ന് പറയുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കാമോ? അപ്പൊ SCERTയും വേണം, NCERT ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് നമുക്ക് വേണം. അപ്പൊ സ്കൂൾ പാഠപുസ്തകം PSCയുടെ ജീവൻ എന്ന് പറയുന്നത് സ്കൂൾ പാഠപുസ്തകമാണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് ഇപ്പൊ കോളേജിലെ ഫ്രീ ടൈമില് നിങ്ങൾക്ക് മൊബൈലില് PDF വഴിയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടുമല്ലോ, പുസ്തകങ്ങളായിട്ടോ വായിച്ചു തീർക്കാൻ പറ്റത്തില്ലേ? ഇപ്പൊ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് സുഖസുന്ദരമായിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് SCERT പാഠപുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. അതിൽ എല്ലാ ചാപ്റ്റേഴ്സ് ഒന്നും വേണ്ട, സെലക്ടഡ് ചാപ്റ്റേഴ്സ് മതി. അതിന്റെ ലിസ്റ്റ് ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പൊ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ദിവസവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലാക്കാനാണ് പലരും ചെയ്യുന്ന തെറ്റാണ്. വെറുതെ ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചങ്ങ് പോകും. പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചോദിക്കുന്നത് എന്നൊന്നും ഒരു ധാരണയില്ല. ഇതൊക്കെ പഠിക്കണോ വേണ്ടയോന്നും പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് മനസ്സിലാക്കുക, അടിസ്ഥാനം ഉറപ്പിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അറിയണം. LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 10th ലെവൽ പരീക്ഷാ പേപ്പറുകൾ എല്ലാം എടുത്തോളൂ കേട്ടോ. ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സോഷ്യൽ മീഡിയ സ്മാർട്ട് ആയിട്ട് ഉപയോഗിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒന്നും കണ്ട് സമയം കളയുന്ന നേരത്ത് അല്ലെങ്കിൽ സമയം കളയാതെ യൂട്യൂബിലെ സൗജന്യ PSC ക്ലാസ് നിങ്ങൾക്ക് എടുക്കാമല്ലോ. നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിൽ തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നിരവധി ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആപ്പ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേറെ നോക്കേണ്ട കാര്യമില്ല. ആപ്പിലെ ക്ലാസ് തന്നെ ഫോളോ ചെയ്തു പോയാൽ മതി. കറണ്ട് അഫയേഴ്സും എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കോളേജ് സുഹൃത്തുക്കളിൽ ഇതേ ലക്ഷ്യമുള്ള 3 പേരെ അല്ലെങ്കിൽ ഒരു 4 പേരെ നിങ്ങൾ കൂട്ടിയിട്ട് ഒരു PSC സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ വിനോദങ്ങൾക്കിടയിൽ ചെറിയ ക്വിസുകൾ നടത്തൂ. അപ്പൊ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മടിപ്പ്, ഒറ്റയ്ക്ക് പഠിക്കുന്ന ആ ഒരു മടിപ്പ് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, അപ്പൊ പഠിക്കുന്നതിന്റെ ഇടയിൽ മിക്കവർക്കും ഉള്ളതാണ് ഈ മടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളെ കോളേജിൽ വിടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖം നിങ്ങളൊന്ന് മുന്നിൽ കണ്ടേ. നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടി എന്ന വാർത്ത കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ വരാൻ പോകുന്ന ആ ഒരു സന്തോഷ കണ്ണീർ. ഇപ്പൊ എനിക്ക് ഒരു 1.5 വയസ്സായ കുഞ്ഞുള്ളത് കൊണ്ട് അവൻ ചെയ്യുന്ന ആ ഓരോരോ കാര്യങ്ങളും മൈൽ സ്റ്റോൺസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് എന്റെ അച്ഛനും അമ്മയും ഞാൻ ഓരോ കാര്യങ്ങളിൽ നേടിയിട്ട് പോകുമ്പോൾ അവർ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മളൊരു അച്ഛനും അമ്മയും ആകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടി എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിൽ വരാൻ പോകുന്ന ആ ഒരു സന്തോഷ കണ്ണീരം, അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ ഇവിടെ ഉണ്ടോ? ഈ ഒരു ദുനിയാവിൽ എന്താണ് വേറെ ഉള്ളത് അല്ലെ? അപ്പോ ഇന്ന് നിങ്ങൾ ത്യാഗം ചെയ്യുന്ന ആ ഒരു കുറച്ചു മണിക്കൂർ, അടിച്ചു പൊളിക്കാതെ നിങ്ങൾ സേവ് ചെയ്യുന്ന ആ ഒരു കുറച്ചു മണിക്കൂർ നിങ്ങളുടെ വരാൻ പോകുന്ന 30-40 വർഷത്തെ, ഒരു 20 വയസ്സിലൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ദൈവമേ നിങ്ങളുടെ ലൈഫ് സെറ്റായി പോയി. അപ്പൊ 30-40 വർഷത്തെ സുരക്ഷിതമായ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിന്റെയും വരാൻ പോകുന്ന കുട്ടികളുടെയും ഒക്കെ സുരക്ഷിതമായ ജീവിതം, ആ ഒരു ഭദ്രത, ആഡംബരമുള്ള ജീവിതം, മാന്യത, സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കൈപ്പിടിയിലാകും. നിങ്ങൾ പറയുന്നതാകും തീരുമാനം. ഓക്കെ, അതുകൊണ്ട് കൂട്ടുകാരെ, മാറ്റിവെക്കലുകൾ ഇനി വേണ്ട. നാളെ തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം എന്ന ചിന്ത പാടെ ഒന്ന് ഉപേക്ഷിക്കാമോ? ഈ നിമിഷം, ഇന്ന് തന്നെ നിങ്ങളുടെ ആദ്യ ചുവട് വെക്കൂ. നിങ്ങളുടെ കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ചോ? അതിനും സമയം കണ്ടെത്തിക്കോ. ഒപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കണം. വിജയം എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. മടി പിടിച്ചിരിക്കുന്നവനെ ഒരിക്കലും വിജയം തേടി വരത്തില്ല. അപ്പൊ നിങ്ങൾക്കത് സാധിക്കും. ഉറപ്പായും നിങ്ങൾ വിജയിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലേക്കും അതുപോലെ PSC സ്വപ്നം കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിജയ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. All the best. God bless you all. Thank you.